നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കുട്ടികളുടെ മതപരവും ധാർമ്മികവുമായ വിദ്യാഭ്യാസം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ശ്രീലങ്കയിൽ വിവിധ മതവിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം. ജൂൺ 15 തലസ്ഥാനമായ കൊളംബോയിൽ ക്രൈസ്തവ പുരോഹിതന്മാരും ബുദ്ധ സന്യാസിമാരും ഉൾപ്പെടെ 300ഓളം മതസാമൂഹിക പ്രവർത്തകർ പങ്കെടുത്ത ബഹുജന റാലി നടന്നു. രാജ്യത്തെ ക്രൈസ്തവ, ബുദ്ധ, ഹിന്ദു, മുസ്ലിം സമൂഹങ്ങളിലെ കുട്ടികൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം ലഭിക്കുന്നത് പ്രധാനമായും ഞായറാഴ്ചകളിലെ മതപഠനശാലകൾ വഴിയാണ്. എന്നാൽ സമീപകാലത്തായി സ്വകാര്യ ട്യൂഷൻ ക്ലാസുകൾ വ്യാപകമായതോടെ ഭൂരിഭാഗം കുട്ടികൾക്കും മതപഠന ക്ലാസുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന് മതനേതാക്കൾ ചൂണ്ടിക്കാട്ടി. 2027 ദക്ഷിണ കൊറിയയിലെ സിയോളിൽ നടക്കാനിരിക്കുന്ന ലോക യുവജന സംഗമത്തിന് മുന്നോടിയായി യുവമനസ്സുകളിൽ ആത്മീയ ചൈതന്യം നിറയ്ക്കാൻ മെക്സിക്കോ ഒരുങ്ങുന്നു. മെക്സിക്കോയിലെ മോൺട്രയിൽ നടക്കാൻ പോകുന്ന ഈ വിശ്വാസ മഹാസംഗമത്തിൽ 10,000-ത്തിലധികം യുവജനങ്ങൾ ഒത്തുചേരും. ഓഗസ്റ്റ് 15, 16 തീയതികളിൽ നടക്കുന്ന ഈ സമ്മേളനം പ്രാർത്ഥന, വിശ്വാസ സാക്ഷ്യങ്ങൾ എന്നിവയാൽ സമ്പന്നമായിരിക്കും. സിയോൾ ലോക യുവജനങ്ങൾക്കായി യുവാക്കളെ ആത്മീയമായി സജ്ജരാക്കുക എന്നതാണ് മെക്സിക്കോയിലെ ഈ പ്രാരംഭ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം. പാകിസ്ഥാനിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും വിവേചനങ്ങളും കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഹ്യൂമൻ റൈറ്റ്സ് ഫോറം പാകിസ്ഥാൻ രംഗത്ത്. സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ക്രിസ്ത്യൻ ശുചീകരണ തൊഴിലാളികളാണ് ഇത്തരം ക്രൂരതയ്ക്ക് പ്രധാനമായും ഇരയാകുന്നത്. തൊഴിൽ സ്ഥലങ്ങളിലെ പീഡനങ്ങളും സാമൂഹിക മാറ്റിനിർത്തലുകളും ഇവർക്ക് നേരെ പതിവാവുകയാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. സമീപകാലത്തുണ്ടായ അക്രമ സംഭവങ്ങളുടെയും മരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ കുറ്റക്കാർക്കെതിരെ എത്രയും വേഗം കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടന ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് പാർലമെന്റിലെ ആദ്യ കത്തോലിക്ക ആദിവാസി വനിതാ അംഗമായി അന്ന മിഞ്ച് നിയമിതയായി. ഭരണകക്ഷി നാമനിർദ്ദേശം ചെയ്ത ഇവർ തന്റെ ആദ്യ ബജറ്റ് പ്രസംഗത്തിലൂടെ തന്നെ ആദിവാസി ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ശക്തമായ ശബ്ദമുയർത്തി. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രസംഗം ആരംഭിച്ച അന്ന മിഞ്ചിന്റെ നിയമനം ചരിത്രപരമാണെന്ന് സഭാ നേതാക്കൾ വിലയിരുത്തുകയും ദീർഘകാലമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ശബ്ദം ഇനി പാർലമെന്റിൽ മുഴങ്ങുമെന്നും സഭ വ്യക്തമാക്കി. സംസ്ഥാനത്ത് 1978 പാസാക്കിയെങ്കിലും ഇതുവരെ നടപ്പിലാക്കാത്ത മതപരിവർത്തന നിരോധന നിയമം പ്രാവർത്തികമാക്കാനുള്ള നീക്കങ്ങളുമായി അരുണാചൽ പ്രദേശ് സർക്കാർ മുന്നോട്ട്. നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനു മുന്നോടിയായി ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളുടെയും കൂടിയാലോചന നടത്താൻ BJP സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചു. സംസ്ഥാനത്തെ തദ്ദേശീയ വിശ്വാസങ്ങളും പരമ്പരാഗത സാംസ്കാരിക പാരമ്പര്യങ്ങളും സംരക്ഷിക്കുകയാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ബലപ്രയോഗത്തിലൂടെയോ വഞ്ചനയിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ നടത്തുന്ന മതപരിവർത്തനങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടാണ് 1978 ഈ നിയമം കൊണ്ടുവന്നത്. ഈ നിയമം പൗരന്മാരുടെ ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന ആശങ്ക ക്രൈസ്തവ സംഘടനകൾ ശക്തമായി ഉയർത്തിയിട്ടുണ്ട്. നിയമത്തിന്റെ ചട്ടങ്ങൾ അന്തിമമാക്കുന്നതിനു മുമ്പ് എല്ലാ മതവിഭാഗങ്ങളുടെയും ഭാഗം കേൾക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ നേതാക്കളുമായി തുറന്ന സംവാദത്തിന് തയ്യാറാണെന്ന് സർക്കാർ വ്യക്തമാക്കിയത്. ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.